അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരയുടെ വിത്താണ് കേട്ടോ. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണേ. അതിൻ്റെ ഒപ്പം നമുക്ക് 2 വിത്തും കൂടി ഫ്രീ കിട്ടിയായിരുന്നു. ഒന്ന് സ്പിനാച്ചിൻ്റെ വിത്തും ഒന്ന് സൺഫ്ലവറിൻ്റെ വിത്തും കേട്ടോ നമുക്ക് ഫ്രീ കിട്ടിയത്. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഉരയ്ക്കണം, ഒരു ഹോളുള്ള ഭാഗമുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് ഉരച്ച് അതിൻ്റെ വെള്ള കളർ കാണുന്നവരെ ഒന്ന് നമ്മൾ ഉരയ്ക്കണം കേട്ടോ. എന്നാലാണ് അത് പെട്ടെന്നൊന്ന് ഇതാവാൻ വേണ്ടി സഹായിക്കുള്ളൂ. അങ്ങനെ ഉരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എളുപ്പമാവുമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല ഹാർഡായിരുന്നു. പിന്നെ അത് വെള്ളത്തിലിട്ട് വയ്ക്കാം. 3 ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ മുളയൊക്കെ വരും. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കാണിച്ചത്. 10 ദിവസം കഴിയുമ്പോഴേക്ക് വലിയ മുളയായി. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചെളി നിറച്ചിട്ട് അതിലേക്ക് ഈ വിത്ത് കുത്തിയിട്ടാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് വേണം ഇത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കാൻ. വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുമ്പോൾ ഇത് സ്പ്രെഡ് ആവാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെല്ലെ ഊസിച്ചിട്ട് ചെറിയൊരു സ്പീഡിലാട്ടോ വെള്ളം നിറച്ചത്. പിന്നെ അങ്ങനെ കലങ്ങി അത് ശരിയായിക്കോളും. അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ ഇറക്കി വെച്ചു. പിന്നെ ഇത് ബാക്കിയുള്ള വിത്താണ് കേട്ടോ. ചിലത് ഞാൻ 2 ദിവസം മുന്നേ ഉരച്ച വിത്തും ഇപ്പം മുള വന്നത് ഞാൻ അതിന് മുന്നേ ഉരച്ചിട്ടുള്ള വിത്തുമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത് ഉരച്ചത് മുള വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചു. ആദ്യം ഉരച്ചത് മുള വന്നു കേട്ടോ ഞാനിങ്ങനെ കുത്തിയിടുന്നത്. അപ്പോൾ രണ്ടാമത് ഞാനൊരു മൺചട്ടിയിലാട്ടോ ഇതേപോലെ ചെയ്തത്. രണ്ടും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.